അഹങ്കാരി പെണ്ണിന്റെ ചൂടൻ സെക്കൻ. രചന കിറുക്കി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആദിമോനെ, നിന്നോട് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നിന്റെ കല്യാണത്തിന് മുമ്പേ പറയേണ്ട കാര്യമായിരുന്നു. ഒരുപക്ഷെ എല്ലാം അറിഞ്ഞിട്ട് നീ അവളെ വേണ്ടെന്ന് വെച്ചാലോ എന്നൊരു തോന്നലുണ്ടായി. അവനൊരു സംശയത്തോടെ അയാളെ നോക്കി. ആരും മോളുടെ അച്ഛനും അമ്മയും പ്രണയിവാൻ ചെയ്തവരാ. മോൾക്ക് 10 വയസ്സുള്ളപ്പോഴാ അവളുടെ അമ്മ എൻ്റെ പെങ്ങൾ രാധു മരിക്കുന്നത്. മോളെ കുറച്ച് ദിവസം ആ സമയം എനിക്ക് അമ്മയ്ക്ക് ഒപ്പം നിർത്താൻ ഞങ്ങൾ അവിടെ അച്ഛനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഭാര്യ മരിച്ചത് എനിക്ക് മോള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു. എന്നാലും ഞങ്ങളുടെ കുട്ടിയല്ലേ, ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഞങ്ങൾ ചെല്ലുമായിരുന്നു. രാധിക മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആരും മോളല്ലായിരുന്നു അവളപ്പോൾ. ആകെ ഒരു മാറ്റം, മിണ്ടാട്ടമില്ല, ഒന്ന് നോക്കുകൂടിയില്ല. ആകെ ഒരു വിഷാദഭാവം. 10 വയസ്സുള്ള മകൾക്ക് അമ്മയെ നഷ്ടമായതുകൊണ്ടുള്ള വേദനയാണെന്ന് ഞങ്ങളൊക്കെ കരുതി. പക്ഷെ ഓരോ തവണയും മോളുടെ അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. ഞങ്ങളവിടെ ചെല്ലുന്നവർക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്തൊക്കെയോ മറച്ചു പിടിക്കുന്ന പോലെ. അങ്ങനെ ഒരു ദിവസം ഒരുപാട് വഴക്കിയിട്ട് ഞങ്ങൾ മോളെ അവിടുന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ വൈദ്യപരിശോധന നടത്തിയപ്പോഴറിഞ്ഞ് മോള് കുറേ നാളുകളായിട്ട് ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന്. കൗൺസിലിംഗ് നടത്തിയപ്പോൾ അറിഞ്ഞു അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് അവളുടെ സ്വന്തം അച്ഛനും അച്ഛൻ്റെ അച്ഛനും ചേർന്നാണെന്ന്. കുഞ്ഞായിരുന്നല്ലേ അവള്, എന്നിട്ടും ആ കഴുകന്മാരെൻ്റെ കുഞ്ഞിനെ ഒന്നും അറിയാതെ ഞങ്ങളും. മാധവൻ കരഞ്ഞുകൊണ്ട് കണ്ണട ഊരി മാറ്റി. ആദ്യാകെ സ്തംഭിച്ച് നിന്നുപോയി. എൻ്റെ രാധുവിനെ അവർ കൊന്ന ഭ്രാന്തരായിരുന്നു അവൻ. എൻ്റെ കുഞ്ഞിനെ അത്രയ്ക്ക് ക്രൂരമായിട്ടായിരുന്നു അവന്മാർ. അവളുടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവർക്കെതിരെ കേസും കൊടുത്തു. പക്ഷേ ശക്തമായ തെളിവുകളില്ലെന്ന് പറഞ്ഞ് കാശെറിഞ്ഞ് അവർ രക്ഷപ്പെട്ടു. നമ്മുടെ നാട്ടിലെ നിയമമല്ലേ. അന്നൊരുപാട് ചികിത്സിച്ചും കൗൺസിലിംഗ് നടത്തിയൊക്കെയാ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന്. എന്നാലും ഭൂതകാലം അവളുടെ ഉള്ളിലെന്നും പേടിപ്പെടുത്തുന്ന ഓർമ്മയായിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞു മനസ്സ് മരവിച്ചു പോയിരുന്നു. ആരോടും ഒരു കൂട്ടില്ല, മിണ്ടില്ല, പഠിക്കുക മാത്രം ചെയ്യും. കുടുംബാന്തങ്ങളുടെ വിശ്വാസം പോലും ഇല്ലാതെയായി. എല്ലാവരും അവരെ പോലെ ക്രൂരന്മാരാണെന്ന് ചിന്തിച്ചു. ആ ഇടക്ക് അവളെ ഉപദ്രവിച്ച എല്ലാവരും ദുർമരണപ്പെട്ടു. അവളുടെ അച്ഛൻ എന്ന് പറയുന്ന ആ ചെകുത്താന് ജനനേന്ദ്രിയത്തിലെ ക്യാൻസർ വന്ന് വേദന അനുഭവിച്ചാ മരിച്ചത്. ദൈവത്തിൻ്റെ കോടതിയിൽ അവർക്ക് മാപ്പുണ്ടോ? മോൾക്കൊരു മാറ്റം ഉണ്ടാവാൻ അവളെയായി ഞാനും എന്തോ മുംബൈയിലേക്ക് പോയി. അവളുടെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുള്ള വാശി നിറച്ചു. പക്ഷെ അവളുടെ ഉള്ളിൽ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളുടെ വില മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മോനെ, നീ ഇന്ന് കാണുന്ന ആരാധ്യയല്ല, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സെൻ്റെ കുഞ്ഞിനുണ്ട്. അവളെ മാറ്റിയെടുക്കാൻ നിനക്ക് കഴിയുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. അവളുടെ കഥകൾ കേട്ടുള്ള സഹതാപമല്ല. അവളോട് ശരിക്കും സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അവൾ സ്വീകരിച്ചാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരികെ തന്നേക്ക്. പൊന്നുപോലെ നോയിക്കോളാം ഞങ്ങൾ. ആദി മാധവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ ആരും അവിടെയെങ്ങും ഇല്ല. അവൻ പാടത്ത് പണിക്കാരെ നോക്കാൻ വന്നപ്പോൾ അവിടെ കുട്ടികൾ തോട്ടിൽ തോർത്തുകൊണ്ട് മീൻ പിടിക്കുന്നത് നോക്കി വരമ്പിലൊരു ചിരിയോടെ ഇരിക്കുന്നുണ്ട്. അവന് മാധവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വല്ലാത്ത വേദന തോന്നി. അവൻ കുറച്ചു നേരം കൂടി അവളെ നോക്കി നിന്നിട്ട് പണിക്കാരുടെ അടുത്തേക്ക് പോയി. ജോലിക്കാരോടൊപ്പം തമാശയൊക്കെ പറഞ്ഞ് പാടത്ത് വെള്ളം പോവാനുള്ള ചാല് വെട്ടുന്നവനെ അവൾ നോക്കി. എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് സംസാരം. വരമ്പിലൂടെ പോകുന്ന ഓരോ ആൾക്കാരോടും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അവൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മുവിനോട് ഇവിടെയുള്ള ലൈബ്രറി എവിടെയാണെന്ന് ചോദിച്ചു. അവളാണ് മുകളിലെ റൂമിലേക്ക് കൊണ്ടുവന്ന് ആ മുറി നിറയെ പുസ്തകങ്ങൾ. അവളൊരു സംശയത്തോടെ ഉള്ളിലേക്ക് കയറി. ഏട്ടൻ്റെ കളക്ഷൻ എടുത്തി അമ്മ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ നോക്കി. അവളുടെ ഷെൽഫിലിരിക്കുന്ന മെഡലുകളിലേക്ക് അവളുടെ നോട്ടം പോയി. അതൊക്കെ ഏട്ടൻ്റെയാ? ആരും സംശയത്തോടെ അമ്മുവിനെ നോക്കി. നിന്റെ ഏട്ടൻ പഠിച്ചിട്ടുണ്ടോ? അമ്മു താടിക കൈ കൊടുത്ത് അവളെ നോക്കി. ഏട്ടത്തിക്ക് ഏട്ടനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലേ? എൻ്റെ ഏട്ടനെ മദ്രാസ് IITയിൽ നിന്നും ഗോൾഡ് മെഡലോട് കൂടി പാസ്സായ ആളാ. ഒരു വർഷം ഏട്ടൻ സിഡ്നിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. ഭയങ്കര സാലറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടനും നാടും ഞങ്ങളൊക്കെ മിസ് ചെയ്യുന്നു പറഞ്ഞ് തിരികെ പോരുന്നു. ആരും അത്ഭുതത്തോടെ അവളെ നോക്കി. കല്യാണം കഴിഞ്ഞ രാത്രി അവനോട് പറഞ്ഞൊക്കെ അവൾക്ക് ഓർമ്മ വന്നു. അതൊരു മണ്ടത്തിലായില്ലേ ഇത്രയും സാലറി ഉണ്ടായിട്ടും തിരികെ പോരുന്നത്? ഏട്ടത്തി, ഏട്ടൻ പറയുന്നേ നമുക്ക് എല്ലാവർക്കും ഒരു നിയോഗം ഉണ്ടെന്നാ. എന്തായാലും അവസാനം അതിലേക്ക് എത്തിച്ചേരും. ഏട്ടന് ഈ നാടിന് ആവശ്യമുണ്ടെന്ന്, അതുപോലെ വേറൊരുപാട് കാര്യങ്ങൾ ഏട്ടന് ചെയ്തു തീർക്കാനുണ്ടെന്ന്. അതിന് ആ ജോലിക്ക് നാം പറ്റില്ല. ഏട്ടന് ബെസ്റ്റ് ഈ നാട് തന്നെയാണ്. അതവിടെ വിട്ട്. പിന്നെ ഞങ്ങൾ പാർക്കൽ ഗ്രൂപ്പിന് ആവശ്യത്തിന് സ്വത്തൊക്കെ ഉണ്ട് കേട്ടോ. ആളൊരു ഗമയോടെ പറഞ്ഞപ്പോൾ ആരോ അവളെ ചേർത്ത് പിടിച്ചു. ഷെൽഫിൽ നിന്നും പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്ന ബുക്ക് എടുത്തു. തിരികെ റൂമിലേക്ക് വന്നപ്പോൾ അവൻ റൂമിലുണ്ട്. ആളുടെ കയ്യിലേക്കും ബുക്കിലേക്കും നോക്കി അവൻ അവിടെ നിന്നും പോയി. ആളൊരു ചിരിയോടെ ബുക്കുമായി ബെഡിലേക്ക് വീണു. ബുക്കും വായിച്ചൊരു ഉറക്കവും കഴിഞ്ഞ് ആരും എണീറ്റ് പുറത്തേക്ക് വന്നു. ഉമ്മറത്തെ കിണറ്റിൻകരയിൽ നല്ല ബഹളമാണ്. ഇന്നലെ പോയ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. ചെറിയച്ഛനും അച്ഛനും വലിയച്ഛന്മാരും എല്ലാവരും വെള്ളം കോരി കൊടുക്കുന്നുണ്ട്.
സ്ത്രീജനങ്ങൾ അതൊക്കെ ഓരോ പാത്രത്തിലായി കൊണ്ടുപോകുന്നു. ആരവിടെ ചെന്നു. ആരുമോളെ കണ്ടോ, ഞങ്ങളൊന്നും ജിമ്മിലൊന്നും പോയില്ലെങ്കിലും നല്ല ഫിറ്റ് ബോഡിയാ, സീക്രട്ട് ഇതൊക്കെയാ. ചെറിയച്ഛൻ ഗമയോട് അവളോട് പറഞ്ഞു. അത് കേട്ട് ചെറിയമ്മ ചുമ്മായെന്ന് അവളോട് കൈകൊണ്ട് കാണിച്ചു. ചെറിയച്ഛനെ നോക്കി പുച്ഛിച്ചു പോയി. അതുകൊണ്ട് ആര് ചിരിച്ചു പോയി. ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ ചെറിയച്ഛ? ആര് ചോദിച്ചപ്പോൾ അച്ഛനും വലിയച്ഛന്മാരെ അവളെ വേണോ എന്നുള്ള ഭാവത്തിൽ നോക്കി. പ്ലീസ്. ആളുടെ മുഖം കണ്ട് അവർ സമ്മതിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു തൊട്ടിവെള്ളം ആര് കോരിയെടുത്തു. അവസാനം എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോഴാണ് ആൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയത്. പെട്ടെന്ന് വഴുക്കലിൽ ചവിട്ടിയവൾ നിലത്തേക്ക് വീണു. ഒമ്മറത്ത് തിണ്ണൽ കിടന്നുറങ്ങിയ ആദ്യ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ കാലനക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരും. അവൻ അടുത്തേക്ക് ചെന്ന് അവിടെ കാലിൽ പിടിച്ചു. വിരലുകൾ ഓരോ നിവർത്തി അവൻ കാലിൽ പിടിച്ച് പതിയെ വലിച്ചു. ആൾക്ക് ജീവൻ നിന്നു പോകുന്ന പോലെ തോന്നി. അപ്പോഴേക്കും അവൻ ആളെ പൊക്കിയെടുത്ത് ഉമ്മറത്തേക്ക് ഇരുത്തി. ആരും അവനെ മുറുക്കെ പിടിച്ചിരുന്നു. വലിയമ്മ കാലിൽ എണ്ണയിട്ട് നന്നായി തടവി. അപ്പോഴും അവൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു. റൂമിലേക്ക് ആദ്യം എടുത്തുകൊണ്ടാണ് പോയത്. രാത്രിയിൽ അവൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ ചുരുണ്ടുകൂടി നല്ല ഉറക്കമാണ്. അവൻ പതിയെ പുതപ്പ് പൊക്കി അവളുടെ കാലിലൊന്ന് തഴുകി. ഏതോ പ്രേരണയിൽ അവൻ അവളുടെ കവിളിൽ ചെറുതായി ചുണ്ടുകൾ ചേർത്തു. അവനൊരു ചിരിയോടെ അവളെ നോക്കി അവിടെ നിന്നും പോയി. പിറ്റേ ദിവസം കാലിലെ വേദന കുറഞ്ഞെങ്കിലും പിള്ളേരുടെ കൂടെ കറങ്ങി നടക്കാൻ അവളെ ആരും വിട്ടില്ല. അവളൊരു കസേരയിട്ട് അമ്മമാരെല്ലാം കൂടെ അടുക്കളയിൽ ഇരുത്തിയിരിക്കുകയാണ്. അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് വലിയച്ഛനൊരു ബോക്സറെ ഫ്രൈഡ് ചിക്കനുമായി വന്ന്. അവൾക്കത് ഒരുപാട് ഇഷ്ടമാണ്. പുറകെ മണം പിടിച്ച് കുട്ടിപ്പട്ടാളവും എത്തി. ആരും തന്നെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ചിക്കൻ കിട്ടിയപ്പോൾ എല്ലാവരും സ്കൂട്ടായി. അമ്മമാർക്ക് കൊടുത്തപ്പോൾ അവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അത്രേ. അവളൊരു ചിരിയോടെ അവിടെ ഇരുന്നു അത് കഴിച്ചു. അടുക്കളയിൽ എല്ലാവരും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ജോലി ചെയ്യുകയാണ്. ആർക്കിടയിൽ ഒരു കുശുമ്പോ വിദ്വേഷമോ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അടുത്തേക്ക് വെള്ളവും മറ്റുമായി ഓടി വരുന്നുണ്ട്. ഈ വീടൊരു നരകമാണെന്ന് പറഞ്ഞവൾക്ക് ഓർമ്മ വന്നു. അല്ല, ഇതൊരു കൊച്ചു സ്വർഗമാണ്. സ്നേഹിക്കാൻ അറിയാവുന്ന കുറച്ചു പേരുടെ സ്വർഗം. വൈകുന്നേരം ആദ്യം വീട്ടിലേക്ക് വന്നപ്പോൾ ചെറിയമ്മ ആരുവിന്റെ തലയിൽ എണ്ണയിട്ട് കൊടുക്കുവാണ്. അവൻ കുറച്ചുനേരം അവൾ തന്നെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളിലേക്ക് അവനൊരു കൗതുകത്തോടെ നോക്കി നിന്നു. കാച്ചെണ്ണയുടെ മണം ഈയിടം വരെ വരുന്നുണ്ട്. അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി ആ മണം ആസ്വദിക്കാൻ അവന് ആശ തോന്നി. പെട്ടെന്നൊരു ചിരിയോടെ തിരിഞ്ഞവൻ മുന്നിൽ തന്നെ ആക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛനെ കണ്ടൊരു നിമിഷം നിന്നു. അയാൾക്കൊരു ഉമ്മ കൊടുത്തു. അവനവിടുന്ന് ചിരിയോടെ ഓടിപ്പോയി. തെമ്മാടി. അയാളൊരു ചിരിയോടെ അവിടെ നിന്നും പോയി. കുഞ്ഞിലെ ആരുവിന് പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കിപ്പോൾ പഠിപ്പിക്കാൻ കുറച്ച് കുട്ടികളെ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛന്മാര്. ട്യൂഷനൊന്നും പോകാൻ നിവർത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെയാണ് ട്യൂഷൻ എടുക്കുന്നത് ഫ്രീ ആയിട്ട്. ആൾക്കതിൽ വലിയ സന്തോഷം തോന്നി. എന്തൊക്കെയോ നേടിയെന്നൊരു തോന്നൽ ഓരോ ദിവസവും കഴിയും തോറും ആൾക്കുണ്ടായി. ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത സന്തോഷം, ആരുവിന്റെ പുതിയ ജീവിതം. അങ്ങനെയാണ് ആൾക്ക് തോന്നിയത്. ഭൂതകാലത്തെ ഓർമ്മകളിൽ നിന്ന് അവളെ വേട്ടയാടുന്നില്ല, സന്തോഷം മാത്രം. രാത്രിയിൽ അമ്മുവിന്റെ റൂമിലിരിക്കുമ്പോഴാണ് ആളൊരു പഴയ ആൽബം കാണിക്കുന്നത്. കുഞ്ഞാദിയുടെ കുറെ ഫോട്ടോസ് അതിലുണ്ട്. ആളൊരു ചിരിയോടെ അതൊക്കെ കണ്ടു. പെട്ടെന്ന് അതിൽ ഉടുപ്പൊന്നും ഇടാതെ ഒരു ചിരിയോടെ നിൽക്കുന്ന കുഞ്ഞാദിയുടെ ഫോട്ടോകൾ കണ്ടു. 2-3 വയസ്സുള്ളപ്പോഴുള്ളതാണ്. അവൾ അമ്മറിയാതെ ആ ഫോട്ടോ പാന്റിന്റെ പോക്കറ്റിലേക്ക് വെച്ചു. കുളി കഴിഞ്ഞ് രാത്രി അലമാരിയിലെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് തലമുടി ചീകിയൊതുക്കിയാണ് ആദി. ആരും അതിനടുത്തുള്ള ക്ലോത്ത് സ്റ്റാൻഡിലേക്ക് ചാരി നിന്നു. അവളെയും നോക്കി അവൻ വീണ്ടും മുടി ചീകി. ഒരു ചൂളം വിളി കേട്ടവൻ നോക്കിയപ്പോൾ ആരുമാണ്. അവനൊരു സംശയത്തോടെ നോക്കിയപ്പോൾ ദേ തന്റെ ന്യൂഡ് ഫോട്ടോ അവളുടെ കയ്യിൽ. അതിൻ്റെ കൂടെ അവൻ്റെ മുഖത്തെ ബാങ്കൊണ്ടവളുടെ ചിരി കൂടി ആയപ്പോൾ അവനെ തട്ടിപ്പറിക്കാൻ നോക്കി. ആളതുമായി കട്ടിലിന്റെ ചുറ്റും ഓടി. അവസാനം റൂം തുറന്ന് വെളിയിലേക്ക് പോകാൻ തുടങ്ങിയ അവളെ അവൻ പൊക്കിയെടുത്ത് കട്ടിലേക്ക് ഇട്ടു. അവനും ബെഡിലേക്ക് ഇടുന്നത് വാങ്ങാൻ നോക്കി. ആൾ അവനടുത്തേക്ക് വരുംതോറും പിന്നിലേക്ക് നീങ്ങി ഫോട്ടോ ഒരു ചിരിയോടെ ഉയർത്തിപ്പിടിച്ചു. അവനൊരു കുസൃതി ചിരിയോടെ അവളുടെ കാലിൽ പിടിച്ച് താഴേക്ക് വലിച്ചു. ആൾ നിരങ്ങി അവന്റെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ അവൻ ആ ഫോട്ടോ സുഖമായിട്ട് എടുക്കാം. പക്ഷെ ആദ്യം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ആൾക്കരികിലേക്ക് കിടന്നു. അവളും അറിയാതെ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിപ്പോയി. കണ്ണെടുക്കാൻ അവൾക്ക് സാധിച്ചില്ല. പെട്ടെന്ന് ആദ്യം അവളുടെ ഉണ്ടക്കവളിൽ അമർത്തി കടിച്ചു. അവളൊരു ശീൽക്കാരത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. വേദനയോടൊപ്പം എന്തോ ഒരു സുഖം വന്നിരുന്ന അവൾ അറിഞ്ഞു. അവൻ അവളെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. പെട്ടെന്ന് എണീറ്റുപോയി. അവൾ അങ്ങനെ തന്നെ ഒരു ചിരിയോടെ കിടന്നു. രാവിലെ അമ്മയോടും മാളുവിന്റെയും കൂടെ കുളപ്പടവിലേക്ക് വന്നതാണ് ആരും. അമ്മ അവൾക്ക് കച്ചേട്ടി കൊടുത്തു. ഏതോ സുഗന്ധമുള്ള തൈലം അമ്മ കിണ്ണത്തിൽ നിന്ന് ആരുവിന്റെ കയ്യിലും കാലിലും തേച്ചു കൊടുത്തു. അമ്മ, ഈ തൈലൊന്നും തേച്ചില്ലെങ്കിൽ ഏടത്തി സുന്ദരിയാ, മാളു അമ്മയെ കളിയാക്കി പറഞ്ഞു. ഒന്ന് പോടി പെണ്ണെ, എന്നും എൻ്റെ മോളുടെ സൗന്ദര്യം ഇങ്ങനെ നിലനിൽക്കാനാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. അമ്മ മാളുവിന്റെ തലക്കൊരു കിഴിക്കൊടുത്ത് ആരുവിനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. മാളു അവിടെ പുറകെ പോയി. ആരു കാല് പതിയെ വെള്ളത്തിൽ തൊട്ട് നോക്കി. നല്ല തണുപ്പുണ്ട്. അവളൊരു മൂളിപ്പാട്ടൊക്കെ പാടി ഒരു ചെറിയ ചിരിയോടെ തിരിഞ്ഞപ്പോൾ തൊട്ടു പിന്നിൽ ആദി. ആ ഞെട്ടിൽ പിന്നിലെ വെള്ളത്തിലേക്ക് വീഴാൻ പോയ അവളെ അവൻ ചേർത്ത് പിടിച്ചു.
ഒരു മുണ്ടിന്റെ മാത്രം മറവിൽ അവനോട് ചേർന്ന് നിന്നപ്പോൾ അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി. ഏടത്തി പെട്ടെന്ന് മാളുവിന്റെ വിളി കേട്ട് ആദ്യ ആരുവിനെയുമായി മറപ്പുരയിലേക്ക് കയറി. അവളെ ചേർത്ത് പിടിച്ച് നിന്നു. അവൾ ഒരു കുഞ്ഞു ചിരിയോട് അവനോട് ചേർന്ന് നിന്നു. ഏടത്തി എവിടെയാ? ഞാൻ മറപ്പുരയിലുണ്ട് മാളുസേ. ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞോ? മാളുവിന്റെ ചോദ്യം കേട്ട് അവൾ ദയനീയതയോടെ അവനെ നോക്കി. അവന് നോട്ടം മുഴുവൻ അവളിലാണ്. അത് പിന്നെ ആ ഡ്രസ്സ് അഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോ വന്നാ? ആ ഓക്കെ, വേഗം വായോ. മാളു അവിടെ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ അവനൊന്നുകൂടെ അവളിലേക്ക് ചേർന്ന് നിന്നു. ഇഷ്ടമായോ ഇവിടെ എല്ലാവരെയും? അവൻ പതിയാണ് അവളോട് ചോദിച്ചത്. അവൾ തലയാട്ടി. എല്ലാവരും ഇഷ്ടമായോ? അവൾ വീണ്ടും തലയാട്ടി. എന്നെയോ? ആൾ അവനെ തന്നെ നോക്കി നിന്നു. ആ നോട്ടത്തിൽ നിന്ന് തനിക്കുള്ള ഉത്തരവന് കിട്ടി. അവൻ അവളുടെ നഗ്നമായ കഴുത്തിലെ മറുകിലേക്ക് അമർത്തി ഉമ്മ വെച്ചു. പതിയെ അത് നുണഞ്ഞെടുത്തു. ആളും അവനെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചു. അമ്മുവിനോടൊപ്പം ആദ്യമായി ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആര്. ആദ്യയോട് പറഞ്ഞപ്പോൾ കൊടിയേറ്റത്തിന് ഒന്നിച്ചു പോവാമെന്നും പറഞ്ഞു. പാടവും കുളവും തോടുമെല്ലാം അവളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു. തന്നെ പരിചയമില്ലാത്ത എല്ലാവരെയും അമ്മ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് അവരെല്ലാം സംസാരിക്കുന്നത്. അതാദ്യമുള്ള അവരുടെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഏടത്തി ചോദിച്ചില്ലേ രാത്രിയിൽ പാട്ടുപാടുന്ന ആരാണെന്ന്? ദാ ആ പൂപ്പനാ. വർഷങ്ങളായിട്ട് ഇവിടെയുണ്ട്. ഊരും പേരൊന്നും ആർക്കും അറിയില്ല. ചെറിയ നൊസുണ്ടെന്ന് എല്ലാവരും പറയുന്നേ. അമ്പലത്തിൽ നിന്ന് ആരം കഴിക്കും. കിടപ്പ കാലിന്റെ ചുവട്ടിൽ അമ്പലത്തിന് നടപ്പന്നില്ലോ ആണ്. അയാളുടെ അടുത്തെത്തിയപ്പോൾ ആരും ഒന്ന് ചിരിച്ചു. സങ്കടമൊക്കെ മാറിക്കാണുമല്ലോ. അവന്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നില്ലേ? ചേർത്ത് പിടിച്ചോളും, സ്നേഹം കൊണ്ട് മൂടും. ആളോട് അയാൾ പറയുന്ന കേട്ട് അമ്മ അത്ഭുതത്തോടെ നോക്കി. ആരും ഒരു ചിരിയോടെ അമ്പലത്തിലേക്ക് നടന്നു. മഹാദേവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആളുടെ ഉള്ളിൽ തന്റെ പ്രാണന്റെ രൂപം മാത്രമായിരുന്നു. തിരികെ റൂമിലേക്ക് വന്ന് സാരി മാറാൻ തുടങ്ങുമ്പോഴാണ് ആദ്യ പെട്ടെന്ന് ഈ റൂമിലേക്ക് കയറി വന്നത്. അവനടുത്തോട്ട് നടക്കുന്തോറും അവൾ പിറകിലേക്ക് പോകും. അവസാനം അലമാരിൽ തട്ടി നിന്നപ്പോൾ അവനൊരു ചിരിയോട് അവളോട് ചേർന്ന് നിന്നു. എന്തോ ഒരു കുറവുണ്ടല്ലോ. അവൻ പറയുന്നേട്ട് അവൾ സംശയത്തോടെ നോക്കി. എവിടെ? അവനിടുപ്പിൽ നിന്ന് സാരി വലിച്ചാഴ്ത്തിയോടെ വയൽ മൃദുവായി തഴുകി. ഇവിടെ. അവനൊരു ചിരിയോടെ പറഞ്ഞിട്ട് ആൾക്കൊരു ബോക്സ് എടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്നും പോയി. ആള് തുറന്നു നോക്കിയപ്പോൾ നല്ല വീതിയുള്ള മുത്തുകൾ പിടിപ്പിച്ച പൊന്നരഞ്ഞാണമാണ്. ആളൊരു നാണത്തോടെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. രാത്രി കിടക്കാൻ സമയമായിട്ട് അവനെ കണ്ടില്ല. ആരും ബെഡിലേക്ക് കിടന്നു. അവനിപ്പോഴും സെറ്റിയിലാണ് കിടത്തം. ഇവിടെ വന്ന് കിടന്നുകൂടെ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും ആളൊന്നും ചോദിച്ചില്ല. അവന് തോന്നുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചു. ഉറക്കം കണ്ണിനെ തഴുകിയെത്തിയപ്പോഴാണ് ആരോ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ആരും അറിഞ്ഞ്. ആ ഗന്ധത്തിൽ നിന്നും നിശ്വാസങ്ങളിൽ നിന്നും അവൾക്ക് ആളെ മനസ്സിലായിരുന്നു. അവൻ അവളോട് ചേർന്ന് കിടന്ന് ടീഷർട്ട് പതിയെ പൊക്കി. അവന്റെ വിരലുകൾ അവിടെ ആകെ എന്തോ തിരഞ്ഞു കിടന്നു. അവസാനം തിരഞ്ഞു കണ്ടെത്തിയ പോലെ അരഞ്ഞാണത്തിൽ അവന്റെ പിടിമുറുകി. അവളുടെ കാതിൽ ചുംബിച്ചു. താങ്ക് യു. അവൻ പറയുന്ന കേട്ട് ഒന്നുകൂടെ അവൾ അവനോട് ചേർന്ന് കിടന്നു. ആര് റൂമിലെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുമ്പോഴാണ് ആദ്യം ഓടിയണച്ച് വന്നത്. ആൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. ആരു, നിനക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അവനിപ്പോൾ എന്നെ വിളിച്ചു. ഉടനെ നമുക്ക് അവനെ പോയി കാണണം. അവനിപ്പോൾ ടൗണിലുണ്ട്. വേഗം റെഡിയാവും. അവൻ അത്രയും പറഞ്ഞ് നിർത്തിയപ്പോഴും ആൾ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു. റിസർച്ച് എപ്പോൾ വേണമെങ്കിലും ചെയ്യാലോ. എനിക്കിപ്പോൾ 2 ആഗ്രഹങ്ങളുണ്ട്. സാധിച്ചു തരുമോ? അവനവളെ നോക്കി തലയാട്ടി. ഉറപ്പായിട്ടും നിന്റെ ഏത് ആഗ്രഹങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും. പറ. എനിക്കൊരു ട്രസ്റ്റ് തുടങ്ങണമെന്നുണ്ട്. പഠിക്കാൻ കഴിവുണ്ടായിട്ടും സാമ്പത്തികമായി മുന്നോട്ട് പഠിക്കാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളില്ലേ? അറിയപ്പെട്ട കുട്ടികളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കണം. അതുപോലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അവർക്കൊരു ആശ്രയം പോലെ എന്തെങ്കിലും സ്വയം തൊഴിൽ സംരംഭം നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തണം. അതിനുവേണ്ടി ഓരോ നാട്ടിലെയും പ്രധാനപ്പെട്ട ആളുകളെ കാണണം. പതിയെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ എത്തിക്കണം. ആൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. ഞാനുണ്ടാവും. എന്തിനും കൂടെ തന്നെയുണ്ട്. ഇതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഉടനെ ചെയ്യാം. നിന്റെ ആഗ്രഹം പോലെ നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ആഗ്രഹം എന്താ? ആരൊരു ചിരിയോടെ അവനെ നോക്കി. അവനെ കെട്ടിപ്പിടിക്കാനഞ്ഞപ്പോൾ പെട്ടെന്ന് ആദ്യം ഒഴിഞ്ഞു മാറി. വാഴത്തോപ്പിൽ പണിയിലായിരുന്നു ഞാൻ. മേത്തപ്പടി അഴുക്ക. അവൻ പറഞ്ഞിരുന്നതിന് മുമ്പേ അവളവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ ഗന്ധം ഉള്ളിലേക്ക് എടുത്തു. ഇതാ എൻ്റെ ആഗ്രഹം. എനിക്ക് വേണം, എൻ്റെ മാത്രമായിട്ട്. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ ആദ്യം അവൾ അവനിലേക്ക് ചേർത്ത് ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ അമ്പലത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നാടകം കാണാൻ പോയി. അമ്മമാരുടെയും കുട്ടൂസിന്റെയും കൂടെ ആയിരുന്നു ആരും. ഇടയ്ക്ക് ചുറ്റും നോക്കിയപ്പോൾ അവൾ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടു. കണ്ണുകൾ കൊണ്ട് അവളോട് കൂടെ ചെല്ലാൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. അവളിൽ നിന്ന് പതിയെ തലയാട്ടി ചിരിയോടെ തിരിഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയോട് അവൻ എന്തോ വന്ന് പറയുന്ന ആരും ശ്രദ്ധിച്ചു. മോളെ, ആദ്യം നല്ല തലവേദനയാ. മോളെ അവൻ്റെ ഒപ്പം വീട്ടിലേക്ക് വെക്കും. ഞങ്ങൾ ഏതായാലും ഇത് കഴിഞ്ഞേ വരുന്നുള്ളൂ. ആരും തലയാട്ടി അവൻ്റെ അടുക്കളയിൽ ചെന്നു. അവിടെ ആരൊക്കെയോ പറഞ്ഞിട്ട് അവൻ അവിടെ പുറകെ നടന്നു. വീടെത്താറായപ്പോൾ അവൻ അവിടെ കൈകളിൽ കോരിയെടുത്തു. ആളൊന്ന് പേടിച്ചെങ്കിലും അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർന്ന് കിടന്നു. അവനവളുമായി നേരെ കുളപ്പടവിലേക്കാണ് പോയത്.
തെളിനിലാവിൽ ആമ്പൽപ്പൂക്കൾ നിറഞ്ഞേൽക്കുന്ന കുളം അവൾ ഒരു അത്ഭുതത്തോടെ അവന്റെ കയ്യിൽ കിടന്ന് കണ്ടു. അവൻ അവളെ കുളപ്പടവിലേക്ക് കിടത്തി. അവളെ തന്നെ നോക്കി അവൻ വശ്യമായ ചിരിയോടെ ഷർട്ട് ഊരുന്ന് കണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവരുടെ പ്രണയം കണ്ട് പൂർണ്ണചന്ദ്രൻ മേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു. ആമ്പലുകൾ നാണിച്ച് കൂമ്പി. പരൽ മീനുകൾ വെള്ളത്തിലേക്ക് ഊളിയിട്ടു. 5 വർഷങ്ങൾക്ക് ശേഷം ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാരം നേടിയവരുടെ കൂട്ടത്തിൽ ആശ്രയ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആരാധ്യ ആദ്യം ഉണ്ടെന്നുള്ള വാർത്തയിൽ സന്തോഷിച്ചു നിൽക്കുകയാണ് പാലക്കൽ തറവാട്. ഇന്ന് ഇന്ത്യയിൽ ആകെ പടർന്നു കിടക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന, നിരാലംബരായ സ്ത്രീകൾക്ക് വരുമാനമാർഗം നൽകുന്ന ഫൗണ്ടേഷനാണ് ആശ്രയ. ആരുവിനെ ചേർത്ത് പിടിച്ച് ചുംബിച്ച് ആദ്യം അവന്റെ സന്തോഷം പ്രകടിപ്പിച്ചു. ബാക്കി സന്തോഷം രാത്രിയില്. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ ആരും അവനൊരു പിച്ചു കൊടുത്തു. അവരുടെ ഇരട്ട കുട്ടികൾ എസ്തറും റയാനും ബെഡിൽ നല്ല ഉറക്കത്തിലാണ്. എന്റെ മക്കൾ ഭാവിയിൽ ആരെ പോലെ ആവണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവരുടെ അമ്മയെ പോലെ ആവണമെന്ന്, ഒരുപാട് ഉയരങ്ങൾ എത്തണമെന്ന്. അത് കേട്ട് ആരും എല്ലാം തലയാട്ടി. അല്ല, അവരുടെ പപ്പയെ പോലെ ആയാൽ മതി. ആദ്യമില്ലെങ്കിൽ ആരാധ്യയില്ല. എൻ്റെ ആത്മാവ് അത് നിങ്ങളിലല്ലേ. എൻ്റെ പുണ്യാണ് ആദ്യമായിട്ടാ നിങ്ങൾ, പിന്നെ ഈ കുടുംബം. ഐ ലവ് യു. ആദ്യം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നും കൂടെ ഉണ്ടാവുമെന്ന ഉറപ്പിൽ, എന്നും ചേർത്തു പിടിക്കുമെന്ന ഉറപ്പിൽ.